മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് കേരളത്തിലുണ്ടായ കഷായം ഗ്രീഷ്മയുടെ കേസ്. കാരണം ഷാരോൺ എന്ന യുവാവിനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം അന്തസ്സായി മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കവെയാണ് ഗ്രീഷ്മയെ പോലീസ് പിടികൂടുന്നത്. എന്നാൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ. പക്ഷേ ഇന്ന് ഗ്രീഷ്മ ജീവിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ജയിലിനകത്ത് കിടന്ന് തന്നെ പഠിത്തവും എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമൊക്കെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പെൺകുട്ടി ചെയ്യുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ചാൽ എന്തിനാണ് ഇത്രയും നാൾ അകത്ത് കിടത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് കമൻറ്റ് ചെയ്യുന്നത്. ഈ അടുത്തിടെ ജോളിയും ഇതേ ഗതിയിലായിരുന്നു. അതായത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുന്നു, പുതിയ പഠിത്തങ്ങൾ പഠിക്കുന്നു, പിന്നീട് എക്സാം എഴുതാൻ വേണ്ടി പോലീസുകാർ തന്നെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ എന്ത് നിയമമാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത്. ഗ്രീഷ്മയുടെ കാര്യവും ഇതുതന്നെയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിട്ടും ഇന്നും ശിക്ഷ നടപ്പാക്കാതെ ഗ്രീഷ്മയെ തീറ്റിപ്പോറ്റുന്നു. പോയപ്പോൾ ആ കുടുംബത്തിന് ഒരു മകനെയാണ് നഷ്ടമാവുന്നത്. ഇതിനെതിരെ ആരും ശബ്ദമുയർത്തുന്നുമില്ല. ഒരുപാട് പേരാണ് ഈ ഒരു കാര്യം വാർത്തകൾ ഇടം പിടിച്ചപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തിനാണ് ശിക്ഷ നടപ്പാക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് പേർ ചോദിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക.